നിർണായകമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷേഖ് ഹസീനയ്ക്ക് ഇന്ത്യ അഭയം നൽകി. ഇപ്പോൾ കേൾക്കുന്നു ഷേഖ് ഹസീനയ്ക്ക് ഇന്ത്യൻ പൗരത്വം നൽകാൻ പോകുന്നു. അങ്ങനെ കേട്ടു എന്ന് പറയുന്നത് കേട്ടുകഴിവല്ല, വാസ്തവമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം മുഹമ്മദ് റഫീഖുൽ അലാം ബംഗ്ലാദേശിൻ്റെ വിദേശകാര്യ വക്താവാണ്. ബംഗ്ലാദേശ് വിദേശകാര്യ വക്താവിനോട് ഇന്നലെ ധാക്കയിലെ മാധ്യമപ്രവർത്തകർ സംസാരിച്ചപ്പോൾ ഹസീനയെ ബംഗ്ലാദേശിന് വിട്ടുകൊടുക്കുമോ, ഇന്ത്യ വിട്ടുകൊടുക്കുമോ എന്നുള്ള ചോദ്യമാണ് ചോദിച്ചത്. കാരണം ഇന്ത്യ ഔദ്യോഗികമായിട്ട് ഇന്ത്യയോട് ബംഗ്ലാദേശ് ആവശ്യപ്പെട്ടു, വിട്ടുതരണം എന്നാവശ്യപ്പെട്ടിരിക്കുന്നു. ഇന്ത്യ മറുപടി പോലും കൊടുത്തില്ല. അപ്പോൾ അതെന്തായി എന്നതിൻ്റെ സ്റ്റാറ്റസ് ചോദിക്കപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മൾ ആവശ്യപ്പെട്ടു, മറുപടി ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. ബംഗ്ലാദേശിൻ്റെ ആവശ്യം ഇന്ത്യ നിരസിച്ചോ? അതിന് ഉത്തരവില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ബംഗ്ലാദേശിലെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ബംഗ്ലാദേശുകാരിയായ ഹസീന ഇന്ത്യയിൽ തുടരുന്നത്? അപ്പോൾ മുഹമ്മദ് റഫീഖുൽ അലാം പറഞ്ഞു, നമ്മൾ ഹസീന ഉൾപ്പെടെ 97 പേരുടെ പാസ്പോർട്ട് റദ്ദാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹസീനയുടെ വിസ നമ്മൾ നീട്ടിക്കൊടുത്തിട്ടുണ്ടോ? ഇന്ത്യയിലേക്ക് പോരണമെങ്കിൽ വിസ വേണമല്ലോ. അതെ, ആ വിസ ഇന്ത്യ നീട്ടിക്കൊടുത്തിട്ടുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ റഫീഖുൽ അലാമിനോട് വീണ്ടും ചോദിച്ചു. കാരണം ഇന്ത്യയിലേക്ക് വരണമെങ്കിൽ ഇന്ത്യൻ വിസ വേണം, ഇന്ത്യ വിസ നീട്ടിക്കൊടുത്തിട്ടുണ്ടോ? അപ്പോഴാണ് പറഞ്ഞത് ഹസീന ഉൾപ്പെടെ 97 പേരുടെ പാസ്പോർട്ട് നമ്മൾ ക്യാൻസൽ ചെയ്തു. പാസ്പോർട്ട് ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെ വിസ കൊടുക്കാൻ പറ്റും? അപ്പോൾ പാസ്പോർട്ടില്ല, അതുകൊണ്ട് വിസ കൊടുക്കാൻ കഴിയില്ല, പിന്നെ എങ്ങനെ ഇന്ത്യയിൽ തുടരും? അപ്പോൾ ഇന്ത്യൻ പൗരത്വം ഹസീനയ്ക്ക് കിട്ടിയിരിക്കുമോ? അപ്പോൾ അതിനുള്ള മറുപടിയായിട്ട് മുഹമ്മദ് റഫീഖുൽ അലാം പറഞ്ഞത്, പാസ്പോർട്ട് ഇല്ലാത്ത കൊണ്ട് വിസ കിട്ടത്തില്ല, വിസ കിട്ടാത്ത ഒരാൾക്ക് ആ രാജ്യത്ത് നമ്മുടെ പൗരനായിട്ട് തുടരാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പം ഇന്ത്യൻ പൗരത്വം കൊടുത്തിട്ട് കിട്ടിയിട്ടുണ്ടാവുമോ? അറിയില്ല, എനിക്കറിയില്ല. അപ്പോൾ ഇന്ത്യൻ പൗരത്വം കൊടുക്കുക എന്നുള്ളത് വേണമെങ്കിൽ ഇന്ത്യയുടെ ആവശ്യമാണെന്നുള്ള രീതിയിൽ പറഞ്ഞുകൂടെ? അല്ല, അതാണ് അതിനകത്തെല്ലാം ഉണ്ട്. ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇന്ത്യ വിസ കൊടുത്തിട്ടില്ല, കൊടുക്കാൻ കഴിയില്ല, കാരണം പാസ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട്. പാസ്പോർട്ട് ഇല്ലാത്ത ആൾക്ക് വിസയില്ല, വിസയില്ലാത്ത ഒരാൾക്ക് എങ്ങനെ മറ്റൊരു രാജ്യത്ത് തുടരാൻ പറ്റും? അപ്പോൾ ഇത് ചെയ്യണം, പൗരത്വം വേണം. അപ്പോൾ ഇന്ത്യൻ പൗരത്വം ഇന്ത്യ ഹസീനയ്ക്ക് കൊടുത്തിട്ടുണ്ടാകുമോ എന്ന് ബംഗ്ലാദേശ് സംശയിക്കുന്നു. മാത്രമല്ല, ഇപ്പോൾ നമ്മൾ പുതിയ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്റ്റും കൊണ്ടുവന്നു. അതെ, ഈ ആക്ട് അനുസരിച്ച് ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ നാട്ടിലെ പെർസിക്യൂഷന്, അതായത് മതപീഡനത്തിന് ഇരയാവുന്ന ആളുകൾക്ക് പൗരത്വം നൽകണം. അത് ഏതൊക്കെ മതത്തിൽപ്പെട്ടവരാണ്? ഹിന്ദുക്കൾ, സിഖുകാർ, ജൈനർ, ബുദ്ധമതർ, ക്രിസ്ത്യാനികൾ എന്നവർക്കാണ്. പക്ഷേ ഹസീന ഇതിലൊന്നും വരത്തില്ല, ഹസീന ഇതിലൊന്നും വരില്ല. അപ്പോൾ CAA പ്രകാരം പൗരത്വം കൊടുക്കുന്നതിന് സാങ്കേതികമായ തടസ്സമുണ്ട്. അപ്പോൾ പെട്ടെന്ന് ആൾ സംശയിക്കുന്നത് നമ്മുടെ CAA പാസ്സാക്കിക്കൊണ്ട് ഹസീനയ്ക്ക് പൗരത്വം കൊടുക്കാമെന്ന് വരും. പക്ഷേ മതപീഡനത്തിന് ഇരയാണോ എന്ന് ചോദിച്ചാൽ ഹസീന മതപീഡനത്തിന് ഇരയാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന വർഗീയവാദികൾ ഇപ്പോൾ ഹസീനയെ കൊല്ലും. അപ്പോൾ മതപീഡനത്തിന് ഇരയായി ഭീഷണി നേരിടുന്ന ആളാണ്, കിട്ടിയാൽ കൊല്ലപ്പെടുന്ന ആളാണ്. പക്ഷേ നമ്മുടെ പുതിയ നിയമ ഭേദഗതി പ്രകാരം ഉണ്ടാക്കിയിരിക്കുന്ന ആ ന്യൂനപക്ഷങ്ങളുടെ കാറ്റഗറിയിൽ വരുന്നില്ല. അതുകൊണ്ട് പൗരത്വ നിയമ ഭേദഗതി പ്രകാരം ഹസീനയ്ക്ക് പൗരത്വം കിട്ടത്തില്ല. പക്ഷേ ഞാൻ സംശയിച്ചോട്ടെ, ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം വലിയ ഒരു അരാജകത്വത്തിലേക്ക് നീങ്ങുന്നു. അപ്പോൾ ഇന്ത്യയാണ് തൊട്ടടുത്ത അയൽ രാജ്യം. എല്ലാ കാലവും ഇന്ത്യയുടെ സഹായം തേടിയിട്ടുണ്ട്. പ്രധാനമന്ത്രി എന്ന പദവിയിൽ ഇപ്പോഴും ഷേഖ് ഹസീന തുടരുന്നു. വേണമെങ്കിൽ ഇന്ത്യക്ക് ഈ കാര്യങ്ങളൊക്കെ ശക്തമായ ഒരു നടപടിയുമായിട്ട് മുന്നോട്ട് പോകാം. ഇന്ത്യ യുദ്ധത്തോട് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാത്തത്. ഈ യൂസഫ് അവിടുത്തെ അഡ്വൈസർ തന്നെ യൂനിസ് വന്നിട്ട് നമ്മുടെ അടുത്ത് അരി വേണം, അല്ലെങ്കിൽ ബാക്കിയുള്ള ഡീസൽ വേണം, എല്ലാ സഹായം ചോദിക്കും. അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരു രാജ്യത്ത് ആ രാജ്യം വിസ നിഷേധിക്കും, അല്ലെങ്കിൽ പാസ്പോർട്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞൊരു തീരുമാനം എടുത്താലും ഇന്ത്യയെ പോലൊരു രാജ്യത്തിന് ശക്തമായൊരു തീരുമാനം എടുത്തുകൂടെ? ഷേഖ് ഹസീനയുടെ കാര്യത്തിൽ ഞങ്ങൾ പൗരത്വം കൊടുക്കുകയോ അല്ലെങ്കിൽ ഞങ്ങൾ അതിൻ്റെ നിലപാട് സ്വീകരിക്കുകയോ ചെയ്യും, അതല്ലെങ്കിൽ നിങ്ങൾ ഇത് പുനഃസ്ഥാപിക്കണം എന്ന് പറയുന്ന ഒരു വാണിംഗ് പോലെ കൊടുത്താൽ ബംഗ്ലാദേശിന് അനുസരിക്കാതെ നിവൃത്തിയില്ലല്ലോ. അങ്ങനെ അനുസരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ നോക്കൂ, ടിബറ്റിൻ്റെ കാര്യം നോക്കൂ, അല്ലേ? ടിബറ്റ് എന്ന് പറയുന്ന രാജ്യം ഒരു ദിവസം നേരം എടുത്തപ്പോൾ ചൈന പിടിച്ചുകൊണ്ടുപോയി. അതെ, ടിബറ്റിൻ്റെ ഭരണാധികാരി ഇപ്പോൾ മാർപ്പാപ്പ റോമിൻ്റെ ഭരണാധികാരിയാണ്, വത്തിക്കാൻ സിറ്റിയുടെ ഭരണാധികാരിയാണ് എന്ന് പറയുന്നത് പോലെ ടിബറ്റിൻ്റെ ഭരണത്തലവനും ദലൈലാമയായിരുന്നു. അതെ, ദലൈലാമ രായ്ക്ക് രാമാനം ഇന്ത്യൻ ആർമിയുടെ സഹായത്തോടെ ടിബറ്റിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നു. ഹിമാചൽ പ്രദേശിലാണ് ഇപ്പോൾ അദ്ദേഹം ചികിത്സയ്ക്കായിട്ട്. അവിടെ തണുപ്പ് കൂടിയതുകൊണ്ട് ബൈലക്കുപ്പയിൽ, കർണാടകയിൽ ബൈലക്കുപ്പയിൽ ഉണ്ട്. ഇവിടെ ദലൈലാമ എങ്ങനെയായിരിക്കുന്നത്? ദലൈലാമയ്ക്ക് ഇന്ത്യൻ പൗരത്വം കൊടുത്തിട്ടില്ല. ലഡാക്ക്, ടിബറ്റിലെ സാങ്കല്പിക
ടിബറ്റിലെ ഭരണാധികാരിയാണ്. ടിബറ്റ് എന്ന രാജ്യം അവർ കൊണ്ടുപോയെങ്കിലും പ്രവാസ ടിബറ്റ് സർക്കാർ ഇപ്പോഴും ഉണ്ട്. ആ പ്രവാസ ടിബറ്റ് സർക്കാരിൻ്റെ ഭരണത്തലവൻ ഇപ്പോഴും ദലൈലാമയാണ്. അദ്ദേഹം ടിബറ്റിലെ പൗരനാണ്. ഇന്ത്യ വിസ കൊടുത്തിട്ടാണോ നിൽക്കുന്നത്? അല്ല. അദ്ദേഹം മറ്റൊരു രാജ്യത്തിൻ്റെ പ്രവാസ സർക്കാർ എന്നുള്ള നിലയിൽ തുടരുകയാണ്. അപ്പോൾ പൗരത്വം ഇപ്പോൾ ചൈനയുടെ ഭാഗമായ ടിബറ്റിലെ പൗരത്വമാണ് ദലൈലാമയ്ക്കുള്ളത്. ആ ഒരു സ്റ്റാറ്റസ് ഇപ്പോഴും നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. നമ്മൾ പ്രവാസ ഗവൺമെൻറ്റായിട്ട് ടിബറ്റൻ്റെ പ്രവാസ ഗവൺമെൻറ് തലവനായിട്ട് ദലൈലാമയെ അംഗീകരിക്കുന്നുണ്ട്. സമാനമായ ഒരു സ്ഥിതിയല്ലേ ബംഗ്ലാദേശിലെ ഭരണഘടന പ്രകാരം നിലവിലെ പ്രധാനമന്ത്രി രാജിവെക്കണം. രാജിവെച്ച് രാജി പ്രസിഡന്റിന് കൊടുക്കണം. പ്രസിഡന്റ് അംഗീകരിച്ചാൽ മാത്രമേ രാജിക്ക് വാലിഡിറ്റി ഉള്ളൂ. അതുകൊണ്ട് അതറിയാവുന്നത് കൊണ്ടാണ് ഈ ഹസീനയുടെ സർക്കാർ വീണപ്പോൾ പകരം പ്രധാനമന്ത്രി വന്നില്ല, ചീഫ് അഡ്വൈസറാണ് വന്നത്. കാരണം ഭരണഘടനാ പ്രതിസന്ധിയുണ്ട്. അതുകൊണ്ടാണ് അവർ ബംഗ്ലാദേശിലെ സുപ്രീം കോടതിയെ ഉൾപ്പെടെ മാറ്റാനും അതിൻ്റെ നിയമങ്ങൾ മാറ്റാനും ഭരണഘടന മാറ്റാനും ശ്രമിക്കുന്നത്. കാരണം ഇപ്പോഴും നിയമപരമായി പ്രസിഡന്റിന്റെ പക്കൽ രാജി കത്ത് എന്ന് പറയുന്ന സാധനമില്ല. അപ്പോൾ ഹസീനയുടെ മകനും പറഞ്ഞല്ലേ, എൻ്റെ അമ്മ രാജിവെച്ചിട്ടില്ല. ഹസീന പറഞ്ഞു ഞാൻ രാജിവെച്ചിട്ടില്ല, എനിക്ക് രാജിവെക്കാൻ സമയം കിട്ടില്ല, ഞാൻ സൈനിക മേധാവി പറഞ്ഞു, ഞാനപ്പോൾ തന്നെ പോരുകയായിരുന്നു, ഞാൻ രാജിവെച്ചിട്ടില്ല. രാജിവെക്കാത്തപ്പോൾ വേണമെങ്കിൽ ഇന്ത്യക്ക് എടുക്കാമെന്നൊരു സ്റ്റാൻഡ് ഹസീന ഇപ്പോഴും ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയാണ്, അല്ലെങ്കിൽ പ്രവാസത്തിലിരിക്കുന്ന പ്രധാനമന്ത്രിയാണ് എന്ന് ഇന്ത്യക്ക് വേണമെങ്കിൽ ഔദ്യോഗികമായ നിലപാടെടുക്കാം. വേണമെങ്കിൽ ഒരു പ്രവാസ സർക്കാരിനെ, ടിബറ്റിലെ പോലെ ഒരു പ്രവാസ സർക്കാരിനെ അംഗീകരിക്കാം. ഇത് കൂടാതെ ഇപ്പോൾ മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്ന ഭരണാധികാരി അവിടുത്തെ ആർമി ചീഫ് പോലും അംഗീകരിച്ചില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു. അപ്പം വക്കാർ ഉസ്മാൻ, അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇന്ത്യക്കെതിരായിട്ട് ഞങ്ങളൊന്നും നിലപാടെടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ആർമി പോലും അവിടുത്തെ ചീഫ് അഡ്വൈസർക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു. അപ്പോൾ ഇന്ത്യ എന്ത് പറഞ്ഞാലും അവിടുത്തെ ആർമിയും കേൾക്കാവുന്ന ഒരു നിലപാട് ആണെങ്കിൽ ഇന്ത്യക്ക് സുഖമായിട്ട് ഈ പറയുന്ന പൗരത്വം കൊടുക്കാതെ തന്നെ ഷേഖ് ഹസീനയെ നമ്മുടെ കൂടെ അല്ലെ നമ്മുടെ ചിറകിനടിയിലേക്ക് ചേർത്ത് നിർത്തി കൊണ്ടുപോകാമല്ലോ. ഇപ്പോൾ ബംഗ്ലാദേശ് വന്ന് ഇന്ത്യയെ വിട്ടുതരണം എന്ന് പറഞ്ഞാൽ ആക്രമിക്കാനോ അല്ലെങ്കിൽ ഉപദ്രവിക്കാനോ ഒന്നും ശ്രമിക്കാൻ പറ്റില്ല. ആകെയുള്ള കൂട്ട് പാകിസ്ഥാനാണ്. ആ പാകിസ്ഥാൻ്റെ അവസ്ഥയെ നമുക്കറിയാം. പിന്നെ ബംഗ്ലാദേശിന് എന്തിനാണ് നമ്മൾ പേടിക്കേണ്ട കാര്യം? അല്ല, ബംഗ്ലാദേശിനെ ഇന്ത്യ പേടിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. കാരണം ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ ഇന്ത്യ ചെയ്യാവുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് ഒരു കൃത്യമായൊരു സമയം ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ഇപ്പോൾ യൂനിസിൻ്റെ സർക്കാരിന് എതിരെ ഏറ്റവും വലിയ സ്റ്റാൻഡ് എടുക്കാൻ പോകുന്ന ഒരാൾ അത് അതിലേക്ക് വരാം. വക്കാർ ഉസ്മാൻ്റെ കാര്യം ഞാൻ അതിലേക്ക് വരാം. ട്രംപാണ്. ട്രംപ് വളരെ കൃത്യമായി 2-3 കാര്യങ്ങൾ പറഞ്ഞു. ട്രംപ് കഴിഞ്ഞിടയ്ക്ക് പറഞ്ഞു, ട്രംപ് ഒഫീഷ്യൽ എന്ന് പറഞ്ഞൊരു എക്സ് പേജ് ഉണ്ട്. അതിൽ പറഞ്ഞു ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് പോലീസ് ഉൾപ്പെടെയുള്ള സേനകളിൽ നിയമനം കൊടുക്കുന്നില്ല. 1500 പേരുടെ അപേക്ഷ എടുത്ത് കളഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് അവിടെ ബംഗ്ലാദേശ് ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ്, അതുകൊണ്ട് പോലീസ് ഉൾപ്പെടെയുള്ള പദവികളിലേക്ക് മുസ്ലിങ്ങളെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. ഇതെന്ത് ന്യായം എന്ന് ചോദിച്ച് ട്രംപിൻ്റെ ഒരു പോസ്റ്റ് വന്നിരുന്നു. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ആരും അത് ചർച്ച ചെയ്തിട്ടില്ല. നമുക്കത് പ്രേക്ഷകരെ കാണിക്കാം. ട്രംപ് ഒഫീഷ്യലിൽ നിന്ന് വന്ന പോസ്റ്റാണ്. എന്നിട്ട് മാത്രമല്ല, ബംഗ്ലാദേശ് പോലീസിലെ 500ഓളം ആളുകളെ പിരിച്ചുവിട്ടും. ബംഗ്ലാദേശ് പോലീസ് ഹിന്ദുക്കളായിട്ടുള്ള ആളെ പിരിച്ചുവിട്ടും. ഇതും ട്രംപ് ഒഫീഷ്യൽ പേജിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ട്രംപ് ദീപാവലി ആശംസകൾ നേർന്നു, അവിടെ ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം നടക്കുന്നുവെന്ന് ട്രംപ് പറയുന്നു. ഇപ്പോൾ ഈ ട്രംപ് ഒഫീഷ്യലിൽ ബംഗ്ലാദേശിലെ പോലീസ്, കാരണം അവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുന്നു, ഹിന്ദുക്കളെ, ക്രിസ്ത്യാനികളെ, ബുദ്ധമതക്കാരെയൊക്കെ കൂട്ടക്കൊല ചെയ്യുമ്പോൾ അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത ആർക്കാണ്? ബംഗ്ലാദേശ് പോലീസിനാണ്. ആ പോലീസ് സേനയിൽ ഇനി ഹിന്ദുക്കൾ വേണ്ട എന്ന് തീരുമാനം ബംഗ്ലാദേശ് സർക്കാർ എടുക്കുന്നു. ഇത് തെറ്റാണെന്ന് പറഞ്ഞ് ട്രംപ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വേറെ കാര്യമുണ്ട്. ഇപ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് വേറെ വിഷയം ആലോചിച്ച് കൊടുക്കാം. ബംഗ്ലാദേശിൽ വലിയ വസന്തം ഉണ്ടായി, മാറ്റം ഉണ്ടായി എന്നൊക്കെയാണല്ലോ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇവിടുത്തെ ആളുകളും മീഡിയ വണ്ണും മാതൃഭൂമിയൊക്കെ പറയുന്നത്. ബംഗ്ലാദേശിൽ വസന്തം എന്നാണ് മാതൃഭൂമി എഡിറ്റോറിയൽ. അങ്ങനെയാണെങ്കിൽ ബംഗ്ലാദേശിൽ ഭൂരിപക്ഷം മുസ്ലിമുകളായതുകൊണ്ട് ബംഗ്ലാദേശിലെ സേനയിൽ ഇനി ഹിന്ദുക്കൾ വേണ്ട എന്ന് തീരുമാനിച്ചത് ഇന്ത്യയിൽ നടപ്പാക്കാൻ പറ്റുമോ? ഇന്ത്യയിൽ ഭൂരിപക്ഷം ഹിന്ദുക്കളായതുകൊണ്ട് ഇനി പട്ടാളത്തിലും പോലീസിലും ഒന്നും മുസ്ലിങ്ങൾ വേണ്ട എന്ന് ഇന്ത്യ ഗവൺമെൻറ് തീരുമാനിച്ചാൽ എന്തായിരിക്കും ഇവിടെയുള്ള ഈ ജമാഅത്തെ ഇസ്ലാമി ചാനലിൻ്റെ മൗദൂദീൻ ആളുകളുടെയും ഇടതുപക്ഷക്കാരുടെയൊക്കെ നിലപാട്? വലിയ നിലവിളി ഉണ്ടാവും. വലിയ നിലവിളി. അപ്പോൾ ബംഗ്ലാദേശിനെ കണ്ടുപിടിക്കും. ബംഗ്ലാദേശിൽ വലിയ മാതൃകാ ഭരണം വന്നു എന്ന് പറയുന്നത് ഇതോടെ പറയണം. ഇപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഇതിനെയൊന്നും തുണയ്ക്കുന്നില്ല ആര്? ട്രംപ് തുണയ്ക്കാത്ത ട്രംപ് 2-3 ദിവസം കഴിയുമ്പോൾ അധികാരത്തിൽ വരിക. ബംഗ്ലാദേശിലെ യൂനിസ് സർക്കാരിനെ വാഴിച്ചിരിക്കുന്നത് ജോർജ് സോറോസാണ്. ജോർജ് സോറോസിൻ്റെ ഡീപ് സ്റ്റേറ്റിനെ തകർക്കുമെന്ന് പറഞ്ഞിരിക്കുക. ട്രംപ് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആൻഡേഴ്സൺ ഹിൻഡൻബർഗും പൂട്ടിക്കൊണ്ട് ഓടി. ഇന്ന് മനോരമ പോലും പറഞ്ഞിട്ടുണ്ട്. മനോരമ പോലും വരികൾക്കിടയിൽ ഒരു വരി എഴുതിയിട്ടുണ്ട്, ട്രംപ് വീണ്ടും വരുന്നത് എന്നതുകൊണ്ടാണ് ഹിൻഡൻബർഗ് ജോർജ് സോറോസുമായി ബന്ധമുള്ള ആളായതുകൊണ്ട് ഹിൻഡൻബർഗിനെ ആൻഡേഴ്സൺ പൂട്ടിയെന്ന് മനോരമ എഴുതിയിട്ടുണ്ട്.
മനോരമയുടെ ഒരു വരിയുണ്ട്. അപ്പോൾ ഇത് ലോകത്ത് വലിയ മാറ്റം ഉണ്ടാവുകയാണ്. ഇത് വരുമ്പോഴത്തേക്ക് എത്ര കാലം ഇനി മുഹമ്മദ് യൂനുസിന് പിടിച്ചു നിൽക്കാൻ പറ്റും നോക്കണം. അപ്പോൾ ഇന്ത്യ ഈസ് വെയിറ്റിംഗ്. എന്തോ ഒരു ആപ്റ്റ് ഏറ്റവും കൃത്യമായ ഒരു സമയത്തിന് വേണ്ടി ഇന്ത്യ വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഹസീന ഇന്ത്യയിൽ തുടരുന്നു, ഹസീനയ്ക്ക് പാസ്പോർട്ടില്ല, പിന്നെ ഇന്ത്യയിൽ എങ്ങനെ തുടരുന്നു എന്ന് ചോദിച്ചാൽ ഇന്ത്യക്ക് പറയാൻ പല ന്യായങ്ങളുണ്ട്. ഒന്ന്, രാഷ്ട്രീയ അഭയം കൊടുക്കാം, അല്ലെങ്കിൽ ഒരു വലിയ ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് ഉണ്ടായി വരികയാണെങ്കിൽ സിറ്റുവേഷൻ മാറുക, യൂനുസിനെതിരെ ഒരു വലിയ നീക്കങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നോ ജനകീയ പ്രക്ഷോഭമോ, കാരണം 10,000 ജമാഅത്തെ ഇസ്ലാമി ഗുണ്ടകളാണ് എവിടെ ഈ ആക്രമണം കാണിച്ചത്, ജനങ്ങളല്ല. ഇലക്ഷനിൽ ജയിച്ചതാണ്, 1 വർഷം പോലും ആയില്ല ഹസീന ജയിച്ചിട്ട്. തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടം ജനങ്ങളുടെ ഒരു വലിയ പ്രക്ഷോഭം അവാമി ലീഗിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായി വരികയോ വല്ലതും ചെയ്താൽ ഹസീന ചിലപ്പോൾ പ്രധാനമന്ത്രിയായിട്ട് തിരിച്ചു പോകും ഇന്ത്യൻ ആർമിയുടെ സഹായത്തോടെ. ഇപ്പോൾ ഞാൻ കരുതുന്നില്ല ഹസീനയ്ക്ക് ഇന്ത്യ പൗരത്വം കൊടുക്കുമെന്ന്. ഹസീനയ്ക്ക് ഇന്ത്യ പൗരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഹസീന പിന്നെ ഇന്ത്യക്കാരിയായി, പിന്നെ അവിടെ പോയി പ്രധാനമന്ത്രി ചെയ്യാൻ പറ്റില്ല. അപ്പം നരേന്ദ്രമോദിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച്, അതും അല്ലെങ്കിൽ BJP സർക്കാരിനെ സംബന്ധിച്ച് ഹസീന അവിടെ പ്രധാനമന്ത്രിയായി വരുന്നതാണ് ഏറ്റവും ഇഷ്ടവും ഉചിതവുമായ തീരുമാനം. അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഹസീനയോടും പറഞ്ഞിട്ടുണ്ടാവും, ഹസീനയെ നമ്മൾ വേറെ അങ്ങോട്ടും വിടുന്നില്ല, ഹസീന ഇവിടെ തുടരുക. ബംഗ്ലാദേശിൽ ഒരു കൃത്യസമയം വരും. ആ സമയം എപ്പോഴാണെന്നുള്ളത് ട്രംപ് എടുക്കുന്ന നിലപാടുകൾക്കനുസരിച്ച് മോദി തീരുമാനിക്കും. അപ്പോൾ ബംഗ്ലാദേശിൽ ഭരണമാറ്റം ഉണ്ടാവും, വീണ്ടും ഹസീന തിരിച്ചു വരും എന്ന് കരുതുന്നതിനാണ് ഏറ്റവും കൂടുതൽ സാങ്കത്യം. പിന്നെ ബംഗ്ലാദേശുകാർ എന്തിനാണ് ഇപ്പോൾ ഹസീനയ്ക്ക് ഇന്ത്യ പൗരത്വം കൊടുത്തിട്ടുണ്ടാവുമെന്ന് വളച്ചു കെട്ടി പറയുന്നത്? അതായത് നമ്മൾ വിസ കൊടുത്തിട്ടില്ല, പാസ്പോർട്ട് ക്യാൻസൽ ചെയ്തു, അപ്പോൾ പിന്നെ വിസ എങ്ങനെ കിട്ടും, പൗരത്വം കിട്ടിക്കാണും എന്നൊക്കെ പറയുന്നത്. ഹസീന ബംഗ്ലാദേശിൽ നിന്ന് ഓടിപ്പോയിട്ട് ബംഗ്ലാദേശിനെ തള്ളിപ്പറഞ്ഞ് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചു എന്ന് പറഞ്ഞ് ഹസീനയ്ക്കെതിരെ ബംഗ്ലാദേശിൽ ഒരു വികാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അത് ജനങ്ങൾ നോക്കുമ്പോഴും പറയാം, പാസ്പോർട്ട് പോയല്ലോ, പാസ്പോർട്ട് ഇല്ലെങ്കിൽ പിന്നെ വിസ കിട്ടത്തില്ല, വിസ ഇല്ലാതെ അങ്ങനെ അവിടെ താമസിക്കും, അപ്പോൾ പൗരത്വം കൊടുത്തു കാണും. അപ്പോൾ ഹസീനയുടെ കഥ കഴിഞ്ഞു. ഇനി അവാമി ലീഗിന് ഒരു പ്രതീക്ഷയില്ല, ഹസീന ഇന്ത്യക്കാരിയായി, അവാമി ലീഗിന് നേതാവില്ല. മനസ്സിലായില്ലേ? അങ്ങനെ പൊളിറ്റിക്കലി ഈ ഹസീനയുടെ അനുഭാവമുള്ള രാഷ്ട്രീയ മൂവ്മെൻറ്റിനെയും ജനങ്ങളെയും എതിരാക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യാജ പ്രചാരണമാണ് മുഹമ്മദ് റഫീഖുൽ അലാം ഇന്നലെ ബംഗ്ലാദേശ് മാധ്യമങ്ങളിലൂടെ നടത്തിയത്. അതിന് വലിയ പ്രചാരം ബംഗ്ലാദേശിൽ കിട്ടുന്നുണ്ട്. സർക്കാർ അത് വലിയ തോതിൽ പ്രചരിപ്പിക്കുകയാണ് ഹസീന ഇന്ത്യൻ പൗരത്വം നേടിയത്. ഹസീനയ്ക്ക് ഇന്ത്യ പൗരത്വം കൊടുക്കാം എന്ന് വെച്ചാൽ പോലും ഹസീന അത് സ്വീകരിക്കത്തില്ല. കാരണം ഹസീനയ്ക്ക് ബംഗ്ലാദേശിലേക്കാണ് പോകേണ്ടത്. ബംഗ്ലാദേശിൽ തൻ്റെ കസേരയിൽ തിരിച്ചെത്തണമെന്ന് ഹസീന ആഗ്രഹിക്കുന്നുണ്ട്, ഇന്ത്യയും ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ഹസീനയ്ക്ക് ഇന്ത്യ പൗരത്വം കൊടുത്തു എന്നുള്ള പ്രചാരണം നടത്തേണ്ടത് ഹസീനയെ തോൽപ്പിക്കാൻ വേണ്ടി ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ പാവ ഭരണകൂടം ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.